നാരായണ. ഓം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഓം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഭാഗവതം എന്നുള്ളത് ഭഗവാനെ പറ്റിയുള്ള കഥയാണ്, ഭക്തന്മാരെ പറ്റിയുള്ള കഥയാണ്. അത് ആരാണോ ഭഗവാനെ അറിയാൻ വേണ്ടിയിട്ട്, ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും ശരി, അങ്ങനെയാണെങ്കിൽ അതാണ് ഭാഗവതം. ഇത്രയുള്ളൂ. ഇപ്പോൾ ഇവിടെ 1000 കൊല്ലം നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള സത്രം നടത്തുകയാണ് ശൗനകാദി മഹർഷിമാർ നൈമിഷാരണ്യത്തിൽ വെച്ചിട്ട്. അവിടെയാണ് ഈ സൂതൻ വന്നത്, ഉഗ്രശ്രവസ എന്ന സൂതൻ. അപ്പോൾ അനവധി ചോദ്യങ്ങൾ ചോദിച്ചു എന്നതാണ് തുടക്കം തന്നെ. ഒരു 6 ചോദ്യം ചോദിച്ചു എന്നൊക്കെയാണ് പറയണത്. 6 ചോദ്യമൊന്നും അല്ല കേട്ടോ, കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യം കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും പരമശ്രേയസ് എന്ത് എന്നാണ് ആദ്യത്തെ ചോദ്യം. അപ്പം എന്താ ശ്രേയസ്? സ്ഥായി ഭാവമുള്ളത് ശ്രേയസ്സാണ്. താൽക്കാലികമായിട്ടുള്ള ഇഷ്ടങ്ങളൊക്കെ പ്രേയസ്സുമാണ്. അപ്പോൾ പ്രിയം, പ്രിയം കിട്ടിയിട്ട് കാര്യമില്ല. പ്രിയം ഇപ്പോൾ നമ്മൾ ഇഡ്ഡലി തിന്നു, അതൊക്കെ പ്രിയമാണ്. പക്ഷേ ശ്രേയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല. ഇപ്പോൾ ഇഡ്ഡലി എന്ന് സ്മരിച്ചാൽ നമ്മുടെ വിശപ്പ് മാറണം, അത് ശ്രേയസ്സായി. നമുക്ക് കൂട്ടിയാൽ പറ്റില്ലല്ലോ. ഇനി മറ്റേ കുറച്ചുകൂടി കൂടുതലായിട്ട് കണക്കാക്കുമ്പോൾ ഇപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന ഈ പ്രവൃത്തികളൊക്കെ ഭഗവാൻ സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെ അറിയാം? അതിൻ്റെ റിട്ടേൺ ആയിട്ട് നമ്മൾ ഈ ആഗ്രഹങ്ങളിൽ നിന്നും മുക്തി നേടുന്നുണ്ടോ, ഭയത്തിൽ നിന്നും മുക്തി നേടുന്നുണ്ടോ? ഈ പ്രപഞ്ചവുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് നമ്മളെ പലതരത്തിൽ ഉപദ്രവങ്ങൾ ചെയ്യുന്നുണ്ട്, പലതരത്തിൽ രണ്ടും ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നും മോചനം കിട്ടുന്നുണ്ടോ? അപ്പോൾ ശ്രേയസ്സായി. അതേപോലെ നമ്മുടെ ഭാവത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് ഈ സംശയം, അതേപോലെ അന്യരെ ദ്രോഹിക്കുക തുടങ്ങിയിട്ടുള്ള ചീത്ത പ്രവർത്തികൾ. അതിൽ നിന്ന് നമ്മൾ പരിപൂർണമായിട്ടും മോചനം നേടിയോ? എപ്പോഴും ഒരു സമചിത്തവർത്തിയായിട്ട് വരുന്നുണ്ടോ? സമഭാവന, സമചിത്തവർത്തി അങ്ങനെ ആവുന്നുണ്ടോ? അപ്പോൾ ശത്രുക്കളോടും മിത്രങ്ങളോടും ഒരേപോലെ പെരുമാറാൻ സാധിക്കും, മകനോടും മരുമകളോടും ഒരേപോലെ. ആ ഒരു ഭാവത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ശ്രേയസ്സായി. അതാണ് ശ്രേയസ്. അപ്പോൾ നമുക്ക് അർഹത കിട്ടും. എന്തിനു വേണ്ടിയിട്ട്? ഭഗവാനിൽ എത്താനുള്ള മുക്തിക്കുള്ള അർഹത കിട്ടും. അപ്പോൾ ഈ ജന്മം കൊണ്ട് തന്നെ കിട്ടും. രണ്ടാമത്തെ ചോദ്യം അനുഷ്ഠാനം എന്ത് എന്നാണ്. അപ്പോൾ മോക്ഷം ഇങ്ങനെയാണെങ്കിൽ മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താലാണ് എന്നുള്ളതാണ് അനുഷ്ഠാനം എന്ത്. അത് വളരെ നിസ്സാരമാണ്. നമുക്ക് ഇപ്പോൾ ശരീരം മനുഷ്യ ശരീരമാണ്. മനുഷ്യ ശരീരത്തിന് പറഞ്ഞതാണ് വർണ്ണാശ്രമ ധർമാദികൾ, പഞ്ചയജ്ഞാദികൾ ചെയ്യൽ. അതേപോലെ ഈ ഗുരുക്കന്മാർ, അച്ഛൻ, അമ്മ തുടങ്ങിയിട്ടുള്ളവർ ഓരോരുത്തരും പാരമ്പര്യമായിട്ട് പറഞ്ഞത് ഇതൊക്കെ നമുക്ക് ചെയ്യണം. പിന്നെ കാലത്തിനനുസരിച്ച്, പ്രായത്തിനനുസരിച്ച്, ആശ്രമങ്ങൾക്കനുസരിച്ച്, കുട്ടിക്കാലത്ത് വെച്ചാൽ കുട്ടിക്കാലത്ത്, ഗൃഹസ്ഥനാച്ച, അപ്പോൾ ആ വ്യത്യാസത്തിനനുസരിച്ച് അത് ചെയ്ത് കഴിഞ്ഞാൽ മുക്തി കിട്ടും. ഭക്തന് മാത്രമേ മുക്തി കിട്ടൂ എന്നത് അതിൻ്റെ നിയമം. ജ്ഞാനിക്ക് ഭക്തി കിട്ടില്ല, ജ്ഞാനിക്ക് മുക്തിയും കിട്ടില്ല. പക്ഷേ ഭക്തന് ജ്ഞാനവും കിട്ടും, മുക്തിയും കിട്ടും. അപ്പോൾ അതിനെന്താ സൂത്രം? ആ സൂത്രമാണ് ഈ കർമ്മയോഗം. കർമ്മം നമ്മളെല്ലാവരും ചെയ്യുന്നുണ്ട്, കർമ്മയോഗമായിട്ട് ചെയ്യണില്ല. കർമ്മയോഗം എന്നുള്ളത് നാം ചെയ്യുന്ന കർമ്മങ്ങളെ കർമ്മത്തിൻ്റെ ഫലത്തിനോടൊപ്പം ഭഗവാനുമായിട്ട് നമ്മുടെ ജീവനെ യോജിപ്പിക്കുക, അതാണ് കർമ്മയോഗം. നമ്മളെല്ലാം ഭഗവത് ഉന്മുഖമാക്കി തീർക്കുക. അതാണല്ലോ മറ്റേ വാണി ഗുണാനുകഥനേ ശ്രവണോ കഥായാം ഹസ്തവച്ച കർമ്മസുമനസ്തവ പാതയോർന്ന സ്മൃത്യാം ശിരസ്തവ നിവാസ ജഗൽ പ്രണാമേ ദൃഷ്ടി സദാം ദർശനേസ്തു ഭവത്തനുന. അപ്പോൾ എല്ലാവരിലും ഈ ഈശ്വര ഭാവത്തിൽ നമുക്ക് കാണാനും അനുഭവിക്കാനും കേൾക്കാനും ഒക്കെ തരായാൽ അത് യോഗമായി. ആ യോഗം കൊണ്ട് ഈ അനുഷ്ഠാനത്തെ മാത്രം ചെയ്തുകൊണ്ട് ഭക്തിഭാവത്തിൽ ജ്ഞാനം നേടിയിട്ട് ഭഗവാങ്കൽ ചേരാൻ സാധിക്കും. രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, എന്തിനാണ് വേദ പുരാണ ശാസ്ത്ര ഇതൊക്കെ, അതിൻ്റെ സാരം എടുത്തുകൊണ്ട് എന്തിന് ഭാഗവതം ഉണ്ടാക്കി? ഇതൊക്കെയാണ് ചോദ്യം. അതെന്താ? അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എന്തിനാ വേദം. അറിവ് ആണ് വേദം. അറിവ് എന്തിനാ? ജീവിക്കാനാണ്. ജീവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മുക്തി കിട്ടാനാണ്. അതിൽ പറഞ്ഞ കാര്യങ്ങൾ, ശരി തെറ്റുകളെ വിശകലനം ചെയ്തെടുക്കാനുള്ള ബുദ്ധി നമുക്ക് തന്നിട്ടുണ്ട്. അത് വേണ്ട രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മുക്തി കിട്ടും. അപ്പോൾ വേദം പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവനും നമുക്ക് മനസ്സിലാവില്ല. അതിൻ്റെ ഒരു ഭാഷ പ്രത്യേകമാണ്. പ്രത്യക്ഷ അർത്ഥമല്ല, അതിൻ്റെ അർത്ഥങ്ങൾ വളരെ ഗൂഢാർത്ഥം, മർമ്മം, മറ്റേ വ്യംഗ്യം, ശ്ലേഷം എന്നൊക്കെ മറ്റു കുറേ ഉണ്ടല്ലോ. അതൊക്കെ പുരാണത്തിനും ഉണ്ടെങ്കിലും പുരാണത്തിന് ലളിതമായിട്ടുള്ള ഭാഷയിൽ, അന്ന് സംസ്കൃതമായിരുന്നു, ഇപ്പോൾ വ്യത്യാസം ഉണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ അന്നത് മനസ്സിലാകുമായിരുന്നു.
അതിൽ തന്നെ കൂടുതൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമുക്കിപ്പോൾ മറ്റേ മലയാളീകരിച്ച് പറഞ്ഞാൽ പോലും മനസ്സിലാവണില്ല. അപ്പോൾ അതിലപ്പുറം വേറെ ഒന്നും പറയാമല്ലോ. ഏതായാലും അത് മനസ്സിലാക്കാനുള്ളതാണ് വേദപുരാണങ്ങൾ. ഇനി ശാസ്ത്രം എന്ന് പറഞ്ഞാലോ ഒരിക്കലും മാറ്റി പറയണ്ടാത്ത രീതിയിൽ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ ശാസ്ത്രമാണ്. ഇപ്പോൾ സൂര്യൻ കിഴക്ക് ഉദിക്കണു, അത് എവിടെയാണോ സൂര്യൻ ഉദിക്കുന്നത് അവിടെ കിഴക്കാണെന്ന് പറഞ്ഞാൽ ശാസ്ത്രമായി. സൂര്യൻ കിഴക്ക് ഉദിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാവത്തിലുള്ള ശാസ്ത്രമായി. രണ്ടും തമ്മിൽ വ്യത്യാസം. എവിടെയാണോ സൂര്യൻ ഉദിക്കുന്നത് അതാണ് കിഴക്ക്, അങ്ങനെ കണ്ടാൽ ശാസ്ത്രമായി. കാരണം അതിന് മാറ്റം വരില്ല, ഒരിക്കലും മാറില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും ഈ ജീവിക്കുമ്പോൾ തന്നെ ശാസ്ത്രജ്ഞരായിട്ടാണ് ജീവിക്കുന്നത്. പക്ഷേ നമ്മളെ ശാസ്ത്രജ്ഞരെന്ന് ആരും പറയാറില്ല, ഇല്ല. എന്തെങ്കിലും കണ്ടുപിടിക്കുകയെ അങ്ങനെയൊക്കെ ചെയ്താലേ ശാസ്ത്രജ്ഞൻ എന്നുള്ള പേര് കിട്ടുള്ളൂ. അപ്പോൾ ഏതായാലും വിഷയത്രയേ ഉള്ളൂ. നമ്മുടെ ജീവനെ ശുദ്ധമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഘങ്ങൾ മുഴുവനെ ശരീരത്തിലിരിക്കുന്ന ജീവന് തന്നത്. നമ്മൾ ശരീരത്തിലിരിക്കുന്ന ജീവനാണ്, അതാണ് ദേഹി. ആ ദേഹി പഞ്ചേന്ദ്രിയങ്ങളിലൂടെ പലതും സ്വീകരിക്കണം, മനസ്സിൻ്റെ പ്രേരണ കൊണ്ട്. അപ്പോൾ 6 മനസ്സും പഞ്ചേന്ദ്രിയങ്ങളും കൂടി ആയാൽ 6 നമ്മൾ സ്വീകരിക്കണം. അതാണ് സംഘം. ആ സംഘത്തിൽ ഏറ്റവും പ്രധാനമാണ് ഈ മർത്യസംഘം. മർത്യസംഘത്തിൻ്റെ പ്രത്യേകത എന്താ? സജ്ജനങ്ങളും ഉണ്ടാവും, ദുർജനങ്ങളും ഉണ്ടാവും. നമുക്ക് വേണ്ടവരും നമുക്ക് വേണ്ടാത്തവരും. അതാണ് സജ്ജനും ദുർജനും, അത്രയാണ്. നമ്മളെ വിഷമിപ്പിക്കുന്നവരൊക്കെ നമുക്ക് വേണ്ടാത്തവരാണ്. അപ്പോൾ ഏത് അർത്ഥത്തിലാണ് വേണ്ടാത്തവരാവേണ്ടത്? നമ്മുടെ ജീവനെ ഏതെങ്കിലും തരത്തിൽ അശുദ്ധി ഉണ്ടാക്കുന്ന രീതിയിലാണ് ഈ ജനം വരുന്നതെങ്കിൽ അവരൊക്കെ ദുർജനങ്ങളാണ്, ബന്ധുക്കളായിട്ട് കാര്യമില്ല. നേരെ മറിച്ച് നമ്മുടെ ജീവനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഏത് പ്രവൃത്തി അനുസരിച്ച മനസ്സാ വചസ കർമ്മണ ചെയ്യുന്നത് എങ്കിൽ അവർ സജ്ജന. നമ്മൾ സജ്ജനങ്ങൾ എന്താ മറ്റേ ഭസ്മപുരൊക്കെ തൊട്ട് മാലയൊക്കെ തൊട്ട് ആ സജ്ജന നമ്മുടെ അല്ല, അത് സജ്ജനല്ല. സജ്ജനം എന്നുള്ളത് നമ്മുടെ ജീവനെ ഈ വന്ന ആൾ എപ്രകാരത്തിൽ ഉയർത്തുന്നു അത് ചെയ്യുന്ന എല്ലാവരും, കുട്ടിയായാലും ശരി മുത്തശ്ശനായാലും ശരി, എത്രയാണ്. അത് ജാതി ഏതായാലും കുഴപ്പമില്ല, മതം ഏതായാലും കുഴപ്പമില്ല. അല്ലാത്തവരൊക്കെ ദുർജനങ്ങളാണ്. നമ്മളെ സംബന്ധിച്ച് അത് ദുസ്സംഗമായിട്ടാണ് മാറുക, ഭർത്താവായിട്ടും കാര്യമില്ല. പിന്നെ അടുത്തത് എന്തിനാണ് അവതാരങ്ങൾ സ്വീകരിച്ചത് എന്നാണ്. അവതാരം സ്വീകരിക്കാണ്ട് നമുക്ക് എങ്ങനെയാണ് ഭഗവാനെ മനസ്സിലാവുക? അതുകൊണ്ട് ഭക്തന്മാരെ ഇന്ന രീതിയിൽ ഭഗവാൻ അവതാരം സ്വീകരിച്ച് രക്ഷിച്ചു, പതിത്വത്തിൽ നിന്നും ഉയർത്തി. ഇതാണല്ലോ എല്ലാ അവതാരങ്ങളും ചെയ്യുന്നത്. മത്സ്യമായാലും ശരി, ഗോർമായാലും ശരി, കൃഷ്ണനായാലും ശരി. 22-24 അവതാരങ്ങളുണ്ട്. അതിൽ കൃഷ്ണാവതാരത്തിന് എന്താ പ്രത്യേകത? കൃഷ്ണാവതാരം മാത്രമേ പൂർണ്ണമായിട്ട് വന്നിട്ടുള്ളൂ. വാമനൻ തൊട്ട് മർത്യഭാവത്തിൽ വന്നു. വാമനൻ, പരശുരാമൻ, ബലരാമൻ, ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ മർത്യഭാവത്തിൽ വന്നു. അതിൽ കൃഷ്ണാവതാരം പരിപൂർണതമം, കംസനെ വധിക്കാനായിട്ട്. കംസൻ എന്നുള്ളതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഒരർത്ഥം മാത്രം ഞാൻ പറയാം. അതായത് കഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സദ ബ്രഹ്മാവ് എന്നാണ്. ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടവ നമ്മളതിലേക്ക് പെട്ടതാണ്. അകാരം മുറുക്കം എന്നുള്ളത് ദേവീഭാവമാണ്, വെച്ചാൽ പ്രകൃതിയാണ്. ശരീരം സ്വീകരിച്ച പ്രാകൃത ഭാവം നമ്മളെത്തി. ഈ പ്രാകൃത ഭാവത്തിൽ നിന്നും സ ആയിട്ട് ഉയർത്തണം. സ എന്നുള്ളത് സഹ എന്നുള്ളത് ഈശ്വരനാണല്ലോ. അപ്പോൾ ഈ പ്രാകൃത ഭാവത്തിൽ നിന്ന് ഈ സൃഷ്ടിക്കപ്പെട്ടതായിട്ടുള്ള ശരീരത്തിൽ കയറിയ ഈ ജീവനെ ഈ ഈശ്വരഭാവത്തിലേക്ക് എത്തിക്കലാണ് കംസ. അപ്പോൾ ഇവിടെ കംസനെ അങ്ങനെ ഒരു രീതിയിൽ പറഞ്ഞാലാണ് കംസൻ്റെ വരം എന്താണ്? 16 കലകൾ പൂർണ്ണമായിട്ട് സ്വീകരിച്ച ഭഗവാൻ എന്നെ ഹനിക്കട്ടെ, ബാക്കി ആർക്കും പാടില്ല എന്നാണ്. അപ്പോൾ ഭഗവാൻ പൂർണ്ണ കലകളോട് കൂടിയിട്ട് വന്നു. നമുക്കും അത് അങ്ങനെ തന്നെയാണ് വേണ്ടത്. പൂർണ്ണ കലകളോട് കൂടിയിട്ടുള്ള ഒരാളെ ആശ്രയിച്ചാലേ നമ്മിലുള്ള ബാക്കികളെ മുഴുവൻ ഇല്ലാണ്ടേക്കാൻ പറ്റുള്ളൂ. നമുക്കും ആ സഹ സോഹമസ്മി അല്ലേ, അതിൽ സഹ മാത്രമായിട്ട് മാറും. ഓരോന്നോരോന്നായിട്ട് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അതാണ് കംസ. അപ്പോൾ ശ്രീകൃഷ്ണാവതാരം അതിന് വേണ്ടിയിട്ട്. ഇനി ശ്രീകൃഷ്ണാവതാരത്തിൻ്റെ പ്രത്യേകതകളിൽ 4 ഭഗവാൻ വന്നു എന്നാണ്. ബലരാമൻ ഏട്ടൻ്റെ സ്ഥാനത്തെ കർമ്മം, അനന്തനാണല്ലോ, കർമ്മമാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, ശ്വാസം വലിക്കലും കർമ്മമാണ്. എത്ര ശ്വാസം വലിക്കുക എന്നുള്ള അവിടുന്ന് തീരുമാനിച്ചിട്ടുണ്ട്, എത്ര ആഹാരം കഴിക്കുക എന്നുള്ള അവിടുന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പൂർണ്ണമായിട്ട് ഈ കർമ്മങ്ങൾ മുഴുവൻ ഒടുങ്ങണം. അതിന് വേണ്ടിയിട്ട് ഏട്ടൻ്റെ സ്ഥാനത്ത് പലതും നമ്മളെ പഠിപ്പിച്ചു ഈ ബലരാമൻ. അപ്പോൾ ബലരാമൻ്റെ ചരിത്രം അങ്ങനെ നമ്മൾ പഠിക്കുക തന്നെ പതിവില്ല, ഇല്ല. പക്ഷേ ശ്രീരാമൻ്റെ ബലരാമൻ അങ്ങനെയല്ല. ലക്ഷ്മണൻ സേവനഭാവത്തിൽ കുറച്ചധികം
നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അതല്ല ഉണ്ടായത്, അതിൻ്റെ ഒരു കടം വീട്ടലായിട്ടാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ എല്ലാ യുഗത്തിലും ഒരേപോലെയല്ല കർമ്മം നമ്മളെ ബാധിക്കുക. കർമ്മം ഓരോരോ യുഗങ്ങളിലും ഓരോരോ തരത്തിലാണ്. കൃതയുഗത്തിലാണെന്ന് വെച്ചാൽ എല്ലാവരും സാത്വികരാണ്. അപ്പോൾ നമുക്ക് സാത്വികത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട ആവശ്യമില്ല. ദ്വാപരത്തിലാകുമ്പോൾ ലേശം 4-1 കുറയും. അപ്പോൾ ഈ 4-1 ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം. ദ്വാപരത്തിലാകുമ്പോൾ പകുതിയുള്ളൂ. അപ്പോൾ ആ പകുതിയും കൂടി നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കണം. കലിയിലാകുമ്പോഴേക്കും അത് 4-1 ചുരുങ്ങി. കലിയുടെ മൂർധന്യാവസ്ഥയിൽ 0 ആയി. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇതെന്നെ സഹിക്കാൻ വയ്യ. അപ്പോൾ അതിൽ കൂടെ ഒന്നും ഇനി പറയാമല്ലോ. അപ്പോൾ സാത്വികതയിലേക്ക് ഉയർത്താൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം ഭഗവാനെ എങ്ങനെയൊക്കെയാണോ സേവനം ചെയ്ത് പ്രീതിപ്പെടുത്തേണ്ടത് എന്ന് കർമ്മസ്വരൂപിയായിട്ടുള്ള ലക്ഷ്മണനായാലും ബലരാമനായാലും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അത് ഇങ്ങനെ വിശകലനം ചെയ്താൽ ശരിക്കും മനസ്സിലാവും. ഇനി രണ്ടാമത്തെ ഭാവം, പ്രദ്യുമ്നനായിട്ട് ഭഗവാൻ മകനെ ആണ് കണ്ടത്. പ്രദ്യുമ്നൻ എന്നുള്ളത് നമുക്ക് മൂർത്തിവ്യൂഹങ്ങളാണല്ലോ അല്ലേ, മൂർത്തിവ്യൂഹങ്ങളല്ലേ. വാസുദേവൻ ചിത്തത്തിലും അഹം എന്നുള്ള ഭാവത്തിൽ അനന്തനും, അതേപോലെ പ്രദ്യുമ്നൻ എന്നുള്ളത് ബുദ്ധിയുടെ അധിഷ്ഠാന ദേവതയായിട്ടും, മനോബുദ്ധിയുടെ അഹങ്കാര ചിത്തം. അപ്പോൾ അതിൽ മനസ്സ് എന്നുള്ളത് ഈ അനിരുദ്ധനായിട്ടും. അപ്പോൾ അതിൽ ഈ പ്രദ്യുമ്നൻ എന്നുള്ളത് ബുദ്ധിയുടെ ഭാവത്തിലാണ്. നമ്മൾ സ്വതവേ ബുദ്ധി ഉപയോഗിക്കാറുണ്ടോ, മനസ്സ് ഉപയോഗിക്കാറുണ്ടോ, ഏതാ ഉപയോഗിക്കണമെന്ന് ചോദിച്ചാൽ നമുക്ക് നിശ്ചയില്ല. നമുക്ക് മനസ്സും ബുദ്ധിയും വേർതിരിച്ചറിയാൻ കഴിയില്ല. അതെ. അപ്പോൾ അതിൽ ബുദ്ധിയെ മകനായിട്ടും മനസ്സിനെ പേരക്കുട്ടനായിട്ടുമാണ് ഭഗവാൻ കൊണ്ടുവന്നത്. ഇനി മകനോട് നമ്മളെങ്ങനെയാണ് പെരുമാറുക, പേരക്കുട്ടിയോട് എങ്ങനെയാണ് പെരുമാറുക, അത് സ്വയം ചിന്തിച്ചാൽ മനസ്സിലാവും. മകൻ നമ്മുടെ അടിമയായിട്ട്, നമുക്കങ്ങനെയാണ്. നമ്മൾ പറഞ്ഞ് മകൻ കേട്ടോളണം. പേരക്കുട്ടിയോട് അങ്ങനെ പറഞ്ഞാൽ മകൻ ചൊല്ലിയെടുക്കും അല്ലേ. പേരക്കുട്ടി നമ്മളെന്താ ചെയ്യാറ്, ലാളിക്കല്ലേ പതിവ്. അപ്പോൾ മനസ്സിനെ നമ്മൾ ലാളിക്കുകയാണ് വേണ്ടത്, ബുദ്ധിയെ നമ്മൾ കീഴ്പ്പെടുത്തുകയാണ് വേണ്ടത്. ബുദ്ധിക്ക് അടിമയായാൽ നമുക്ക് ഒന്നും വേണ്ട പോലെ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ സാധിക്കില്ല. നേരെ മറിച്ച് ബുദ്ധി നമ്മുടെ കീഴിലാണെങ്കിൽ അപ്പോൾ നമുക്ക് ബുദ്ധിയെ വിശകലനം ചെയ്യാനൊക്കെ പ്രയോഗിക്കാൻ സാധിക്കും. മനസ്സിനെ അങ്ങനെയല്ല. മനസ്സ് എന്തുകൊണ്ട്, മനസ്സിൻ്റെ പ്രത്യേകത എന്താ, അത് ഒരിക്കലും കെട്ടിയിടാൻ എളുപ്പമല്ല, വളരെ ബുദ്ധിമുട്ടാണ്. ഒരു സ്വതന്ത്ര സ്വഭാവമുണ്ട് മനസ്സിന്. അപ്പോൾ അതിനെന്ത് വേണം, എവിടേക്കാണോ മനസ്സ് പോകുന്നത് വെച്ചാൽ അങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് വെച്ച് വിടണം, ലാളിക്കണം. അപ്പോൾ നമുക്ക് ചീത്ത കാര്യങ്ങളാണ് മനസ്സിൽ വരണമെന്ന് കൂട്ടാം, വേഗം ചീത്തയിലേക്കാണ്ട് പോവുക. നമ്മളതിനെ കടിച്ച് പിടിച്ച് ഇവിടെ നിർത്തി കഴിഞ്ഞാൽ അത് ബ്രേക്ക് പൊട്ടും. ഈ കെട്ടണ ചരടുണ്ടല്ലോ അത് പൊട്ടിച്ചിട്ട് മനസ്സ് അവിടേക്ക് പോവും. അവിടേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരില്ല, കാരണം കയറില്ല നമ്മുടെ കെട്ടാനേ. നേരെ മറിച്ച് അതിനെ അപ്പാണ്ട് വിട്ടു എന്ന് കൂട്ടുക. അവിടെ ചെന്നാൽ അത് അനുഭവിച്ച് കഴിഞ്ഞാൽ മനസ്സിലെന്താണ്, ഇനി ഇത് മതി എന്ന് തോന്നി തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഈ ഭഗവാങ്കൽ തന്നെ എത്തിക്കുക. അപ്പോൾ ലാളിച്ച് കഴിഞ്ഞാൽ മകൻ നമ്മുടെ പേരക്കുട്ടൻ നമ്മുടെ അടുത്തേക്ക് തന്നെ വരും. മകൻ അങ്ങനെയല്ല. മകൻ നമ്മൾ ലാളിച്ചാലും ലാളിച്ചില്ലെങ്കിലും നമ്മുടെ ഒപ്പം നിൽക്കും. ബുദ്ധി നമ്മുടെ കയ്യിലാണ്. അപ്പോൾ ആ കയ്യിലുള്ളതിനെ നമ്മുടെ കീഴിലാക്കണം. അതാണ് പ്രദ്യുമ്നനെ മകനായിട്ടെടുത്തത്. അതേപോലെ അനിരുദ്ധനെ പേരക്കുട്ടനായിട്ടെടുത്തത്. മനസ്സിനെ അപ്പോൾ നമ്മൾ പേരക്കുട്ടൻ്റെ സ്ഥാനത്ത് കാണുക. അപ്പോൾ നമ്മളൊരു 50 കാര്യങ്ങളിൽ നമ്മൾ ഇടപെട്ടു എന്ന് കൂട്ടുക. ഈ 50-ൽ ചിലപ്പോൾ ചീത്ത ഉണ്ടാവാം, നല്ലതും ഒക്കെ ഉണ്ടാവാം. എന്തായാലും ശരി, അത് ഭഗവാങ്കരാണ് എന്ന് വെച്ചാൽ എളുപ്പമുണ്ട്, കുഴപ്പമില്ല, അത്രയും കുറഞ്ഞു കിട്ടി. അങ്ങോട്ട് പോകുന്നതിനെ പിടിച്ചു വെക്കരുത്, പറഞ്ഞയക്കുക. അനുഭവിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരുന്ന മുഴുവനെ ഭഗവാങ്കലെത്തിക്കുക. ഭഗവാന്റെ ഏതിലെത്തിച്ചാലും വിരോധമില്ല, ഭഗവാങ്കലെത്തിക്കുക. ഇപ്പോൾ നമ്മൾ ഉപാസന സമ്പ്രദായത്തിലെടുത്താൽ മതി. ഇപ്പോൾ ദേവതകൾ 5 തരത്തിലുണ്ടൊക്കെ പറയും. ഏതൊക്കെയാണ് ദേവത? 5 തരത്തിൽ. നമ്മൾ ഗ്രാമദേവത, മറ്റേ തട്ടകദേവത, കുലദേവത, മറ്റേ ഉപാസനാ ദേവത, പിന്നെ ശ്രീലാകത്ത് ഇല്ലേ, എന്തായാലും പറയുക, പരദേവത ഒക്കെ ഉണ്ടല്ലോ. 5 തരത്തിൽപ്പെട്ട ദേവതകളുണ്ട്. അപ്പോൾ ഉപാസന എന്താ ആയിക്കോട്ടെ. അപ്പോൾ എല്ലാം അതൊക്കെ ദേവതയിലേക്ക് എത്തിക്കുക. ഇങ്ങനെ മനസ്സിനെ നമ്മൾ എപ്പോഴാണോ നമ്മുടെ കീഴിലാക്കാൻ സാധിക്കുന്നത്, അപ്പോൾ നമ്മുടെ കീഴിലാവും. കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ കീഴിലായി കിട്ടും. ബുദ്ധി പോലെയല്ല, മനസ്സ് നമ്മുടെ ചൊൽപ്പടിയിൽ കിട്ടിക്കഴിഞ്ഞാൽ ക്രമേണയായിട്ട് അത് ശുദ്ധമായി തീരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവതാര സ്വരൂപം സ്വീകരിച്ചത്. ബിംബം എന്നുള്ള അർത്ഥത്തിൽ കണക്കാക്കിയാൽ മതി. ഇനി അടുത്തത്, കർമ്മമില്ലാത്തതായിട്ടുള്ള ഭഗവാൻ എന്തിന് കർമ്മം ചെയ്തു? അവതാരമില്ലാത്ത ഭഗവാൻ അവതരിച്ചു. അവതാരം
സ്വീകരിച്ചതിന് ശേഷം കർമ്മമില്ലാത്ത ഭഗവാൻ കർമ്മം കുറെ ചെയ്തു. ഭഗവാന്റെ തന്നെ വാക്കാണ്, ഞാൻ ചെയ്തിട്ടില്ല അർജുന, എന്നെ ആൾക്കാർ അനുകരിക്കില്ലേ, നിഷ്ക്രിയരായിട്ടിരിക്കില്ലേ. പാടുമോ? നിഷ്ക്രിയമായിട്ടിരിക്കാൻ പാടില്ല. എങ്ങനെ കർമ്മം ചെയ്യണം? എന്തെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടാവണം എന്നാ വെച്ചാൽ പുതിയതായിട്ട് ഉണ്ടാക്കപ്പെടണം. നമ്മളെന്താ ചെയ്യാറ്? എന്നും ചോറും കൂട്ടാനും വയ്ക്കില്ല, അതുപോരാ. നമ്മൾ പച്ചക്കറി ഉണ്ടാക്കിയിട്ട് ധാന്യം ഉണ്ടാക്കിയിട്ട് ചോറും കൂട്ടാനും വെക്കണം. അതേപോലെ നമ്മളുണ്ടാക്കുന്ന ചോറും കൂട്ടാനും അന്യന്മാർ കഴിക്കണം. അതാണ് ക്രിയേറ്റിവിറ്റി. അത്രയേ ഉള്ളൂ. നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മൾ കള്ളനായി. നേരെ മറിച്ച് നമ്മൾ ഒരാൾക്കും കൂടി കൊടുത്തു എന്ന് കൂട്ടുക, അപ്പോൾ അത് ക്രിയേറ്റിവിറ്റി. ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഓരോന്നിനും നമുക്കത് കൂടുതലാക്കാം. 10,000 ആൾക്ക് കൊടുക്കാം, 1,00,000 ആൾക്ക് കൊടുക്കാം, അത്രയേ ഉള്ളൂ. ഇനി അടുത്തത് എന്താണ് സംസാരം അല്ലെങ്കിൽ ഭവം? അതെങ്ങനെയാണ് മറികടക്കുക? സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിക്കാൻ മരിക്കുക. ഭവം എന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നതൊക്കെ സ്വതേ ഭവമാണ്. ഇപ്പോൾ ജീവിതം ജനിച്ചു കഴിഞ്ഞ് മരിക്കുന്നത് വരെ സ്വതേ ഭവം, അത്രേ പറയാൻ നിർത്തിയുള്ളൂ. ഇനി ശ്രീകൃഷ്ണൻ ഒടുക്കം എവിടേക്കാണ് മറിഞ്ഞത്? ആ സമയത്ത് ധർമ്മത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന് ഒടുക്കത്തെ ചോദ്യം. അത് ശ്രീകൃഷ്ണൻ ഭാഗവതത്തിലേക്കാണ് മറിഞ്ഞതെന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞു. അതേപോലെ തന്നെ ധർമ്മം ആരെയാണ് ആശ്രയിച്ചത്? ധർമ്മത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താ ധർമ്മത്തിൻ്റെ പ്രത്യേകത? 4 പാദം ഉണ്ടായിന് അല്ലേ? ധർമ്മത്തിന് 4 പാദങ്ങളാണ്. ആദ്യത്തെ പാദം തപസ്സാണ്, രണ്ടാമത്തെ പാദം ശുദ്ധിയാണ്, മൂന്നാമത്തെ പാദം ദയ ആണ്, നാലാമത്തെ പാദം സത്യം ആണ്. അപ്പോൾ ഇന്ന് കരികാലത്തിൽ സത്യം മാത്രമേ കുറച്ചെങ്കിലും ഉള്ളൂ. ദയ എന്നുള്ളത് യശസ്സിന് വേണ്ടിയിട്ടോ മറ്റെന്തൊക്കെയോ ചിലത് കാട്ടിക്കൂട്ടാണ്. ദയയും ദാനവും ഒന്നല്ല, രണ്ടും രണ്ടാണ്. ശുദ്ധി എന്നുള്ളത് വളരെ വളരെ കുറവാണ്. ഇത് 1% പോലും ശുദ്ധിയില്ല. ഇന്നത്തെ ഒരവസ്ഥ കരികാലത്തിൽ അങ്ങനെയാണ്. നമ്മൾ ശുദ്ധരാണെന്ന് വിചാരിക്കുന്നല്ലാണ്ട് ശുദ്ധി വേണ്ടത്ര എളുപ്പമല്ല. ശരീരം ശുദ്ധമല്ല, മനസ്സ് ശുദ്ധമല്ല, ദ്രവ്യം ശുദ്ധമല്ല, ഇരിക്കുന്ന സ്ഥലം ശുദ്ധമല്ല, പലതും ശുദ്ധം. നമ്മൾ ശുദ്ധമാണെന്നൊക്കെ വിചാരിക്കുന്നത് മാത്രമേ ഉള്ളൂ. എത്ര സമയം? കോൾട്ടാർ തേച്ച് വന്ന 1/2 മണിക്കൂർ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ ശുദ്ധ എളുപ്പമല്ല. അതേപോലെ തപസ് എന്നുള്ളത്, തപസ്സിൻ്റെ കരികാലത്തിന് നിയമം പറഞ്ഞിരിക്കുന്നത് എല്ലാ ദിവസവും ഒരേ സമയത്ത് ഈശ്വരോപാസനയായിട്ട് എന്ത് ചെയ്താലും അത് തപസ്സാണ്. ഇപ്പോൾ രാവിലെ നേരത്തെ നീട്ടിട്ട് 6 മണിക്ക് എന്നും വിളക്ക് കൊളുത്തിച്ചാൽ അത് തപസ്സാണ്. ക്ഷേത്രത്തിൽ പോയിട്ട് 7 മണിക്കാണ് തൊഴുത് വെച്ചാൽ അത് എന്നും തൊഴുത് വെച്ചാൽ തപസ്സാണ്. ഇങ്ങനെ ആണ് അതിൻ്റെ ഒരു തപസ്സിൻ്റെ സമ്പ്രദായം. ഇനി ഇപ്പോൾ കർദമ മഹർഷിയുടെ തപസ്സാണ് നമ്മൾ നേരത്തെ വായിച്ചത്. കർദമ മഹർഷി എങ്ങനെയാ വെച്ചാൽ 3-ാം യാമം കഴിഞ്ഞ് 4-ാമത് യാമത്തിൽ എഴുന്നേറ്റ് പിന്നെ പകല മുഴുവൻ ഈശ്വരോപാസനകൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളതിലും വേണ്ടില്ല, യാഗയിലും വേണ്ടില്ല, പൂജയിലും വേണ്ടില്ല, അദ്ദേഹത്തിന് പറ്റുന്നതൊക്കെ അദ്ദേഹം ചെയ്തു. ശരീരം നോക്കാതെ കണ്ട് ആഹാരം കിട്ടിയത് പ്രസാദമായിട്ട് കിട്ടിച്ച കഴിക്കും, ഇല്ലെങ്കിൽ ഇല്ല, അങ്ങനെ ഒരു മട്ടാണ് കഴിഞ്ഞാറുന്നത്. അതേപോലെ തന്നെ 4-ാമത്തെ പകൽ 4 യാമം കഴിഞ്ഞാൽ 1 യാമം കൂടിയും ഈശ്വരോപാസനയാണ്. അത് കഴിഞ്ഞാൽ 2 യാമം കിടന്നുറങ്ങും. ഇതാണ് കർദമൻ്റെ തപസ്. മിക്കവാറും പല തപസ്സുകൾ അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണ് ചെയ്യുന്നത് എങ്കിൽ അത് ധർമ്മമാണ്. അപ്പോൾ ധർമ്മത്തിൽ നിന്നും വ്യതിചലിക്കുക എന്നത് നാം അറിയാതെ കണ്ട് നമുക്ക് സംഭവിച്ചിരിക്കും. അതിൻ്റെ കാരണം സംഘദോഷം, സമ്പർക്കദോഷം നമുക്കത് വരും. അത് നമ്മൾ അറിയാതെ കണ്ട് വരും. ഇപ്പോൾ ചീത്ത ഭക്ഷണം നമ്മൾ പറഞ്ഞിട്ടല്ലല്ലോ, ലേശം ഭക്ഷണത്തിൽ അധികം വന്നാൽ അത് നമ്മൾ കഴിക്കും. എന്താ വെച്ചാൽ അതിന് കളയാൻ വയ്യ വിചാരിച്ചിട്ടേ. അപ്പോൾ അത് ദോഷമായി, അത് അധർമ്മമായി. അങ്ങനെ ഓരോന്നും ഈ ധർമ്മത്തിന് നല്ലോണം മനസ്സിരുത്തിയാലേ കിട്ടുള്ളൂ. അപ്പോൾ ഭഗവാൻ എവിടേക്കാണ് ഒടുക്കം മറിഞ്ഞത്? അത് പറഞ്ഞു, ഭഗവാൻ ഭാഗവതത്തിലേക്കാണ് മറിഞ്ഞത്. ധർമ്മം ആശ്രയിച്ചത് ഈ ഭഗവത് ഉപാസന ചെയ്യുന്നതായിട്ടുള്ള ഭക്തിയെ ആണ് ധർമ്മം ആശ്രയിച്ചത്. അപ്പോൾ നമ്മളൊക്കെ സ്വതേ ഭക്തി ഉണ്ട് എന്നാണ് വെച്ചാണ്. യഥാർത്ഥത്തിലുള്ള ഭക്തി നമുക്കില്ല. എന്താ കാരണം വെച്ചാൽ സ്നേഹം എന്നുള്ളത് ആർദ്രമാവുന്നതായിട്ടുള്ളൊരു ഭാവത്തിൽ നമ്മൾ എപ്പോഴും എത്തുന്നുണ്ടോ? ശത്രുക്കൾക്ക് ദീനത കണ്ടാൽ നമുക്കെങ്ങനെ അന്യനാട്ടിലൊരാൾ, ഇപ്പോൾ അമേരിക്കയിലേക്ക് ഒരു ബോംബ് വീണു അല്ലെങ്കിൽ മറ്റേ കുറേ ആൾക്കാർ മരിച്ചു വെച്ചാൽ ഉണ്ടായി ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബന്ധുക്കൾ മരിക്കുമ്പോഴോ അല്ലേ? എന്ന കൂട്ടത്തിൽ ഇതിന് സ്ഥാനവ്യത്യാസമുണ്ട്. അത് എല്ലാവരും തുല്യമായിട്ട് തരുന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഇങ്ങനെ ഓരോന്നും വിശകലനം ചെയ്യണം. അപ്പോൾ ഇവിടെ നിയമമായിട്ട് പറഞ്ഞത് കർമ്മം ഫലേച്ഛ കൂടാതെ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ഭക്തി കിട്ടാൻ ഭഗവാന്റെ അനുഗ്രഹം കിട്ടും. ജ്ഞാനവും വൈരാഗ്യവും നേടാൻ സാധിക്കും ഭക്തന്. അതേപോലെ ഈ പ്രപഞ്ചത്തിൽ വരണ്ടി കൂട്ടുന്നതൊക്കെ നശിച്ചു പോകും. അപ്പോൾ അതിൻ്റെ നിസ്സാരതയെ നമ്മൾ അറിയണം.
ഇങ്ങനെ കർമ്മയോഗമായിട്ട് ആചാരാനുഷ്ഠാനങ്ങൾ വർണ്ണാശ്രമധർമ്മത്തിനനുസരിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ മുക്തി കിട്ടാൻ വേറൊന്ന് ആശ്രയിക്കേണ്ട ആവശ്യമില്ല എന്ന് ഭാഗവതത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു. ഭാ ശബ്ദോ കീർത്തിവചസേ ഗ ശബ്ദോ ജ്ഞാനവാചക വാശ സർവേഷ്ടവചനശൈവ തം ച വിസ്താരവാചകം. ഭാഗവതത്തോളം കീർത്തി വേറൊരു ഗ്രന്ഥത്തിനുമില്ല, അല്ലെങ്കിൽ ജ്ഞാനയജ്ഞമായിട്ടോ അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ നടത്തുന്ന മറ്റൊരു ഗ്രന്ഥം വേറെയില്ല. പ്രചാരണം പല രീതിയിൽ പല ഗ്രന്ഥങ്ങൾക്കും ഉണ്ടായിരിക്കാം, പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഇതൊരു യജ്ഞമായിട്ട് ഉപാസനയായിട്ട് നടത്തണം. അതേപോലെ ഭാഗവതത്തിൽ നിന്നും ജ്ഞാനം കിട്ടുന്ന അത്രയും ജ്ഞാനം മറ്റൊരു ഗ്രന്ഥത്തിൽ നിന്നും കിട്ടില്ല. എല്ലാവർക്കും ഈ ഭാഗവതത്തെ അറിയുന്ന എല്ലാവർക്കും ഇഷ്ടമാണ് ഭാഗവതത്തെ. അതേപോലെ തന്നെ ഈ ഭാഗവതത്തെ നമ്മളിങ്ങനെ വിസ്തരിക്കുകയാണെങ്കിൽ അത് വളരെയധികം വിസ്തരിക്കാൻ സാധിക്കും. എന്താ കാരണം? പാമ്പും ഗുളിക പോലെ ഏത് ശ്ലോകം എടുത്താലും ഒരു അരമണിക്കൂർ പറയാൻ സാധിക്കും. അത്രയും കൂടുതൽ ബൃഹത്താണ് അതിൻ്റെ അർത്ഥം. ഭാഗവതത്തെ അറിയാനും അതേപോലെ തന്നെയാണ് ഭക്തി മാത്രമേ വേണ്ടൂ. ഭക്തിയാ ഭാഗവതം ജ്ഞേയം ഭക്തിയാ യുക്തിയാച്ച ഭാരതം ഭക്തിയാ യുക്തിയാ വിഭക്തിയാച്ച ജ്ഞേയം രാമായണം സ്മൃതം. ഭാരതം അറിയണമെങ്കിൽ അതിൽ യുക്തിയോട് കൂടിയിട്ട് ഭാരതത്തിലെ ഓരോ കഥകളെയും തത്വങ്ങളെയും അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു ഭാവത്തിലെ ഗ്രന്ഥത്തെ അറിയാൻ സാധിക്കുള്ളൂ. ഭാഗവതത്തിന് അത് വേണ്ട, കേവല ഭക്തി മാത്രം മതി. കുറച്ച് വിഭക്തിയും കൂടിയും ചേർത്താലാണ് രാമായണത്തെ അറിയാൻ സാധിക്കുള്ളൂ. കാരണം രാമായണത്തിലും ഇതേപോലെ 5-6 ഭാവത്തിലാണ് ഭഗവാൻ വന്നത്. അതിൽ ഭഗവാൻ ശ്രീരാമനായിട്ട് വന്നു, അതേപോലെ തന്നെ വിദ്യ സീതാദേവിയായിട്ട് വന്നു, കർമ്മം ലക്ഷ്മണനായിട്ട് വന്നു, സേവനം എന്ന രീതിയിൽ ഭരതനായിട്ട്. അത് ഭരണം എന്നുള്ളത് ഞാൻ എന്നെ ഭരിക്കുന്നതാണ് ഭരണം. അപ്പോൾ നമ്മുടെ സമയത്തെ നമ്മൾ ഭരിക്കണം, നമ്മുടെ പ്രവൃത്തിയെ നമ്മൾ ഭരിക്കണം, നമ്മൾ സ്വീകരിക്കേണ്ടതിനെ നമ്മൾ ഭരിക്കണം, നമ്മൾ ഉപേക്ഷിക്കേണ്ടതിനെ നമ്മൾ ഭരിക്കണം. ഇങ്ങനെ ഭരണം എന്നുള്ളത് വളരെ വിസ്തൃതമാണ്. നമ്മൾ ഭരണം എന്ന് വെച്ചാൽ അത് മാത്രമേ കണക്കാക്കാറുള്ളൂ, അതല്ല ഭരണം. ഭരണം എന്നുള്ളത് നമ്മെ തന്നെ ഭരിക്കലാണ്. അപ്പോൾ നമ്മെ തന്നെ ഭരിക്കണം വെച്ചാൽ എന്ത് വേണം? അറിവ് കിട്ടണ്ടേ? അപ്പോൾ ഈ ആത്മവിദ്യ കിട്ടാതെ കണ്ട്, സീതയെ കിട്ടാതെ കണ്ട് ഭരിക്കാൻ സാധിക്കില്ല. ഇനി അതിൻ്റെ അടുത്ത ഭാവം ഏതാ? ശത്രുക്കളെ ഒഴിവാക്കുക എന്നതാണ്. അതാണ് ശത്രുഘ്നൻ. ശത്രുഘ്നൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കാമക്രോധാദികൾ, ഷഡ്വൈരി, ഷഡൂർമി, ഷഡരി, പഞ്ചക്ലേശങ്ങൾ, അഷ്ടദുഃഖങ്ങൾ, സപ്തവ്യസനങ്ങൾ, പിന്നെ എന്താ പറയുക, 5 അവിദ്യകൾ, പഞ്ചക്ലേശങ്ങൾ, ഇങ്ങനെ പലതും ഉണ്ടല്ലോ അല്ലേ? ഇതൊക്കെ ശത്രുക്കളാണ്. അതാണ് ശത്രുക്കൾ. മറ്റേ ഇതിനെയൊക്കെ എത്തിക്കുന്നത് എങ്ങനെയാണ്? ഈ പഞ്ചേന്ദ്രിയങ്ങളും മനസ്സുമാണ്. അതിനെ മുഴുവൻ നിയന്ത്രിക്കണമെച്ചാൽ ശമദമാദികളെ നമ്മൾ സ്വീകരിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അഷ്ടാംഗയോഗമൊക്കെ ശീലിച്ച് ഈ സമാധിയിലേക്ക് എത്തിക്കുക തന്നെ വേണം. ശമദമാദികളെ സ്വീകരിച്ച് ധ്യാനാദികൾ എന്തൊക്കെയാ വെച്ചാൽ അതൊക്കെ ചെയ്തുകൊണ്ട് സമാധി, തുല്യത, ഈശ്വരനുമായിട്ട് തുല്യതയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് ഭാഗവതം, അല്ലെങ്കിൽ ഭക്തൻ്റെ ഒരവസ്ഥ, മുക്തിയിലേക്ക് എത്താനുള്ള മാർഗം. അപ്പോൾ ഏതൊക്കെ മാർഗത്തിലാണ് സഞ്ചരിക്കേണ്ടത് എന്ന് പറഞ്ഞു. അതാണ് ശൈവം, വൈഷ്ണവം, ശാക്തേയം, ഗാണപത്യം, സൗരം, പാശുപതം, ഇങ്ങനെ 6 മാർഗങ്ങൾ. അതിൽ ശൈവം, വൈഷ്ണവം, ശാക്തേയം നമ്മൾ എടുക്കണം. അതിൽ ഭാഗവതം വൈഷ്ണവമാണ്, നമ്മൾ വൈഷ്ണവമായിട്ട് എടുക്കണം. അതിൽ ഇത്രയേ ഉള്ളൂ. വിശദി ഇതി എന്ന ആ വാക്കിനെയാണ് നമ്മൾ കൂടുതലായിട്ട് എടുക്കുന്നത്. അതിൻ്റെ കാരണം എല്ലാ ദിക്കിലും ഭഗവാനുണ്ട്, ഇത് മാത്രമേ ഉള്ളൂ. എല്ലാവരിലും ഭഗവാനുണ്ട്, ഭഗവാനിൽ എല്ലാവരുമുണ്ട് എന്നുള്ള ഒരു നയം, അത് മാത്രമേ വേണ്ടൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ജീവാത്മാവിന് ഈ ശരീരത്തെ, പ്രകൃതിയെ ഉപേക്ഷിച്ചുകൊണ്ട് ഭഗവാനിലാണ് എത്തേണ്ടത്. അതുകൊണ്ട് നമ്മൾ വൈഷ്ണവം ആണ് എടുക്കുക. സാധാരണഗതിയിൽ നമ്മളെപ്പോലുള്ള എല്ലാവരും അങ്ങനെയാണ്, ഭാഗവതന്മാരൊക്കെ അങ്ങനെയാണ്. ഇനി ഒരു ജീവിതം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഗ്രന്ഥങ്ങളെ ആശ്രയിക്കേണ്ടത് എന്ന് പ്രാതർദ്യൂത പ്രസംഗേന മധ്യാഹ്നേ സ്ത്രീ പ്രസംഗത രാത്രൗ ചൗര്യപ്രസംഗേന കാലോ ഗച്ഛതി ധീമതാഹ. തുടക്കത്തിൽ ഭാരതമാണ് വായിക്കേണ്ടത്. ഭാരതത്തിൽ മാത്രമേ തത്വമുള്ളൂ എന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. എല്ലാറ്റിലും തത്വങ്ങളുണ്ട്, കഥയുണ്ട്, വിസ്തരിച്ച് എല്ലാറ്റിലുണ്ട്. രാമായണത്തിലുണ്ട്, ഭാഗവതത്തിലുണ്ട്, എല്ലാറ്റിലുണ്ട്. എങ്കിലും ഭാരതം വിസ്തരിച്ച് ഓരോന്നും ഇന്നത് എന്ന് കാണിച്ചു തന്നുകൊണ്ടാണ് വ്യാസൻ എഴുതിയത്. അപ്പോൾ അതിൽ ചീത്ത കൂടുതൽ പറഞ്ഞു, നന്മ കുറച്ച് പറഞ്ഞു. കാരണം ചീത്തയെ വിസ്തരിച്ച് കഴിഞ്ഞാലാണ് ചീത്ത ഇന്നതാണെന്നുള്ളത് മനസ്സിലാവുക. അതാണ് വ്യാസൻ അന്നത്തെ കാലത്ത് ചിന്തിച്ചത്. അതാണ് അതായത് ഇന്നത് മാത്രമേ നമ്മൾ എടുക്കണുള്ളൂ, നല്ല എടുക്കണില്ല. അപ്പോൾ
ആദ്യം ഇതൊക്കെ മനസ്സിലാക്കുക. ഇപ്പോൾ ബ്രഹ്മാവ് ആദ്യത്തെ സൃഷ്ടി അവിദ്യകളാണ് ഉണ്ടാക്കിയത് അല്ലേ? അതാണ് താമിശ്രം, അന്ധതാമിശ്രം, മോഹം, മഹാമോഹം, ഇരുട്ട്, തമസ് അല്ലേ? അപ്പോൾ അതുണ്ടാക്കാനുള്ള കാരണം എന്താ? ഈ ഇരുട്ടിനെ അറിഞ്ഞാലേ വെളിച്ചത്തിനെ അറിയുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ ആദ്യം വേണ്ടത് ഈ ചീത്ത നമ്മളെ എങ്ങനെ ബാധിക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ഈ സഹസ്രം എന്ന ഒരു ഒറ്റവാക്കല്ല, ആയിരക്കണക്കിന് എന്ന് കണക്കാക്കിയാൽ മതി. അത്രയും തത്വങ്ങൾ പ്രാതർ ദ്യൂത പ്രസംഗേന. ദ്യൂതം എന്നുള്ളത് ചൂതുകളി തന്നെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതെല്ലാം ഒരു ചൂതാട്ടമാണ്. അപ്പോൾ അങ്ങനെ ചൂതാട്ടത്തിലാവാണ്ടിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ മധ്യാന്യ സ്ത്രീ പ്രസംഗത. രാമായണം എന്നല്ല പേര്, അത് സീതായനം എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഈ 16 വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അപ്പോഴേക്കും നമ്മൾ രാമായണവും പഠിച്ചിരിക്കണം, എന്നിട്ടേ കല്യാണം കഴിക്കാവൂ. രണ്ടാമത്തെ ഭാവം. മൂന്നാമത്തെ ഭാവമാണ് രാത്രൗ ചൗര്യ പ്രസംഗേന. എങ്ങനെയാണ് നമ്മിലുള്ള ഈ ചീത്തകളെ മുഴുവൻ ഭഗവാൻ കട്ടുകൊണ്ടുപോകുന്നത്? എല്ലാവരും പറയും എന്താ വെച്ചാൽ ഭഗവാൻ എൻ്റെ ചീത്തകളെയൊക്കെ ഹരിച്ചു, പാപങ്ങളെ മുഴുവൻ ഹരിച്ചു എന്നാണ്. അങ്ങനെയല്ല, ഭഗവാൻ പുണ്യവും പാപവും ഹരിച്ചെടുക്കും. അതാണ് ഹരി. നമ്മുടെ പുണ്യം നമുക്ക് ഇവിടെ വേണ്ട. ഇത് പുണ്യം ഉപേക്ഷിച്ചാലാണ് നമുക്ക് മുക്തി കിട്ടുള്ളൂ. അതിൻ്റെ ഉദാഹരണമായിട്ട് നമ്മൾ സാധാരണ പറയാറും സൗഭരി മഹർഷിയാണ്. മറ്റേ രാമായണത്തെ സൗഭരി ചെന്ന് കണ്ടു എന്നൊക്കെ പറയണില്ലേ? മഹർഷിയുടെ പേര് പോട്ടെ, പേരിന് ചിലപ്പോൾ മാറിയിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഉണ്ടായത് എന്താ വെച്ചാൽ ഈ മഹർഷി തൻ്റെ തപസ് മുഴുവൻ ചെയ്തത് സത്യലോകത്തിലേക്കെങ്കിലും എത്തണം, ബ്രഹ്മാവിൻ്റെ അടുത്തേക്കെങ്കിലും എത്തണം എന്ന് വിചാരിച്ചിട്ടാണ് അനവധി തപസ് ചെയ്തത്. ആ തപസ് ചെയ്തതിൻ്റെ പുണ്യം ഏറെക്കുറെ അങ്ങോട്ട് എത്താറുള്ള സമയത്താണ് ശ്രീരാമൻ്റെ വരവ്. അപ്പോൾ ശ്രീരാമനോട് പറഞ്ഞത്, ഞാനിതാ എൻ്റെ പുണ്യം മുഴുവന് അങ്ങയ്ക്ക് തരണു, ഇത് അങ്ങയ്ക്ക് ഇനി ഭാവിയിൽ ഉപയോഗപ്പെടും. അതുകൊണ്ട് അങ്ങ് ഇവിടെ നിൽക്കൂ, ഞാൻ അങ്ങയെ കണ്ടിട്ട് അങ്ങയുടെ നാമം ജപിച്ചുകൊണ്ട് അങ്ങ് എന്നെ കണ്ടിട്ട് അങ്ങ് എൻ്റെ ഈ ചിതയ്ക്ക് തീ കൊളുത്തിക്കൊണ്ട് എന്നെ മുക്തി തന്ന് അനുഗ്രഹിക്കണം എന്നാണ്. സൗഭര്യാണെന്ന് തോന്നുന്നു. സൗഭര്യ അല്ലെങ്കിൽ മറ്റൊരു 3 അക്ഷരമുള്ളൊരു പേരാണ്. എന്തായാലും ആ സഖ്യം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ഭാഗത്താണ്, ഏകദേശം ആ ഒരു സന്ദർഭത്തിലാണ് പോകുന്നത്. മറ്റേ അതൊക്കെ കഴിഞ്ഞിരിക്കണം. സീതയെ കട്ടുകൊണ്ടുപോയതിന് ശേഷമുള്ള ഒരു രണ്ടാമത്തെ വിരാധവധമൊക്കെ വിരാധവധമല്ല, മറ്റേ രണ്ടാമത്തെ വധ ഏതാ? അസുരൻ്റെ മാറൽ അല്ലെങ്കിൽ വയറിങ്ങനെ ഇവിടെ ഇങ്ങനെയുള്ള ഒരാൾ അല്ല രണ്ടാമത്തെ അസുരൻ, രാമായണത്തിൽ രണ്ടാമത്തെ അസുരൻ, അത് കഴിഞ്ഞാലത്തെയാണത്. കദംബനല്ല, എന്താ അതുപോലത്തെ അസുരൻ ഉണ്ടല്ലോ, ആയിക്കോട്ടെ. എന്തായാലും അങ്ങനെയുള്ള അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ മഹർഷിയെ കണ്ടത്. അങ്ങനെ എപ്പോഴും അത് പറയാറുണ്ട്, ഇപ്പോൾ അത് ഓർമ്മ വരുന്നില്ല, പെട്ടെന്ന് മറവി രോഗം ഉണ്ടാവണ്ട. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ പുണ്യത്തെ കൂടി ഭഗവാൻ ഹരിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഒന്നും ഉണ്ടാകാൻ പാടില്ല, 0 ആവണം. പുണ്യവും പാപവും തുല്യമായാൽ മനുഷ്യജന്മം, പുണ്യവും പാപവും 0 ആയാൽ മുക്തി. ഇതാണ് കണക്ക്. അപ്പോൾ അതുകൊണ്ട് ആ മുക്തിയിലേക്ക് എത്താൻ ഈ ഭാഗവതമാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിനോട് ആദ്യമേ തന്നെ പറഞ്ഞത് അന്തേ നാരായണ സ്മൃതി വേണമെന്നാണ് അല്ലേ? വന്ന ആ ആചാര്യനെ എല്ലാവരും എങ്ങനെയാണ് സ്വീകരിച്ചത് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. വന്ന സന്ദർഭം എങ്ങനെയാണ്? ശ്രീശുക ബ്രഹ്മർഷിയുടെ ആ രൂപത്തെ വർണ്ണിച്ചത് ശ്രീകൃഷ്ണൻ എപ്രകാരത്തിലാണോ തൻ്റെ ഈ വേഷഭൂഷാദികളെ മുഴുവൻ ഒഴിവാക്കിക്കൊണ്ട് നഗ്നനായിട്ട് വരുന്നത് അങ്ങനെ. ഒപ്പമുള്ള സ്ത്രീകളോ അല്ലെങ്കിൽ യുവതികളോ അതുപോലെ കുട്ടികളോ കൂക്കി വിളിച്ചുകൊണ്ട് അങ്ങനെയാണ് വരവ്. വന്ന് സദസ്സിലേക്ക് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഈ ഋഷിമാർ അതുപോലെ രാജാവും ഒക്കെ കൂടിയിട്ട് എഴുന്നേറ്റ് ഇദ്ദേഹത്തിന് നമസ്കരിച്ച് കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ പേടിച്ചു, അവരൊക്കെ പോയി വിശിഷ്ടമായിട്ടൊരു ആസനത്തിലിരുത്തി അനവധി ചോദ്യങ്ങൾ വളരെ പെട്ടെന്ന് അങ്ങോട്ട് പരീക്ഷിച്ച് ചോദിച്ചു. അതിനുശേഷം ഉത്തരം പറയാൻ തുടങ്ങിയപ്പോൾ ആദ്യമേ തന്നെ ഈ ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞത് അന്തേ നാരായണ സ്മൃതി. എന്താ വേണ്ടതെന്നാണല്ലോ ചോദിച്ചത്, എന്താ ചെയ്യേണ്ടത്, എന്താണ് ചെയ്യരുതാത്തത് എന്നാണ് ചോദിച്ചത്. ചോദിച്ചപ്പോൾ പറഞ്ഞത് ഈ പോണ സമയത്ത് ഭഗവാന്റെ സ്മൃതി വേണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എങ്കിലും പിന്നെ അവിടുന്ന് പറഞ്ഞ് മുഴുവൻ എല്ലാ സമയത്തും ഭഗവത് സ്മൃതി വേണമെന്നാണ്. സദാസേവ്യ തസ്മാത് സർവാത്മന രാജൻ ഹരി സർവത്ര സർവദാ ശ്രോതവ്യ കീർത്തിതവ്യ സ്മർത്തവ്യോ ഭഗവാൻ നിർണ. അപ്പോൾ നമ്മളെപ്പോലെയുള്ളവർ സദാസമയത്തും ഇന്ദ്രിയങ്ങളെ ഭഗവത് ഉന്മുഖമാക്കിയിട്ട് വയ്ക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നാം ഒരു ഭാവത്തിലെത്തും. ഏത് ഭാവത്തിലാണ് എത്തുക? നമ്മൾ മദ്ധർമ്മമാസായ ജ്ഞാനനിഷ്ഠ ഉപേക്ഷക
മന്മായ രചനാമേതാം വിജ്ഞായ ഉപശമം വ്രജ. അത് ഭഗവാന്റേതാണ്. ഈ കാണുന്നത് മുഴുവൻ ഇത് ഭഗവാന്റേതായിട്ടുള്ള ധർമ്മമാണ്. അപ്പോൾ ആ ധർമ്മത്തെ ഭഗവാൻ ഉപദേശിച്ചു കൊടുക്കുന്നതായിട്ടുള്ള വാക്കുകളെ വേദത്തായാലും വേണ്ടില്ല, ഉദ്ധോപദേശമായാലും വേണ്ടില്ല, ഗീതയായാലും വേണ്ടില്ല, അതിനെ നല്ലോണം മനസ്സിലാക്കിക്കൊണ്ട് ജ്ഞാനനിഷ്ഠയോട് കൂടിയിട്ട് ഏതിനെയാണോ ഉപേക്ഷിക്കേണ്ടത്, ഏതിനെയാണോ സ്വീകരിക്കേണ്ടത് എന്ന് നല്ലവണ്ണം മനസ്സിലാക്കിക്കൊണ്ട് ഇതെല്ലാം ഭഗവാന്റെ രചനയാണ്, ഭഗവാനാൽ ഉണ്ടാക്കപ്പെട്ടതാണ്, ഭഗവാങ്കൽക്ക് എത്താനുള്ളതായിട്ടുള്ള ഓരോന്നും ആണ്. അതിൽ ഒന്ന് നാം ഈ ജീവൻ ശരീരത്തെ സ്വീകരിച്ചിരിക്കുന്നു. അതിലൊന്ന് മാത്രമായി ശരീരം. അപ്പോൾ ഈ ശരീരത്തെ ഉപയുക്തമാക്കിക്കൊണ്ട് ഭഗവാങ്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇതിനെ മനസ്സിലാക്കിക്കൊണ്ട് വിജ്ഞായ, ജ്ഞാനം മാത്രം പോരാ, അതിനെ വിജ്ഞാനത്തോടു കൂടി സ്വീകരിച്ചുകൊണ്ട് അതിനെ ഉപശമം ചെയ്തോളൂ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഭഗവാൻ ലയിക്കാൻ സാധിക്കും. ഇങ്ങനെ ഭക്താനാം ഭാഗവതാനാം അങ്ങനെ എല്ലാവർക്കും ഈ ഭാഗവതത്തെ മാത്രമേ ആശ്രയിക്കാൻ സാധിക്കൂ എന്ന് പറഞ്ഞതിന് ശേഷം ഭക്തിയുടെ 9 ഭാവങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതിനുശേഷം 22, 24 അവതാരങ്ങളെ വിസ്തരിച്ച് പറഞ്ഞു. പിന്നെ എവിടെ നിന്നാണ് ഈ ഭാഗവതം വന്നത് എന്ന് പ്രത്യേകം പറഞ്ഞു. ഭാഗവതം വന്ന വഴികളിൽ അതിൻ്റെ വിസ്തൃത രൂപത്തെ ആദ്യം പറഞ്ഞു, പിന്നീട് ചുരുക്കിയതായിട്ടുള്ള ഭാഗം പറഞ്ഞു, ഏറ്റവും ഒടുക്കമായിട്ട് ചതുശ്ലോകി ഭാഗവതമായിട്ട് പറഞ്ഞു. ഇങ്ങനെ ചതുശ്ലോകി ഭാഗവതം കൂടി പറഞ്ഞതിൻ്റെ ശേഷം അതിൻ്റെ ഈ 3 അധ്യായങ്ങളെ കൊണ്ട് വിസ്തരിച്ചതായിട്ടുള്ള ആ ബ്രഹ്മാവ് നാരദന് പറഞ്ഞു കൊടുത്തതായിട്ടുള്ള ഈ ഭാഗവതം മുഴുവൻ പിന്നീട് ഒരു ഘട്ടം കൂടി മാറ്റി പറഞ്ഞുകൊണ്ട് മൈത്രേയ മഹർഷി വിതുരനോട് പറഞ്ഞു കൊടുത്ത ആ ഭാഗവതം തന്നെയാണ് ഈ ഭാഗവതം എന്ന് ശ്രീ ശുകബ്രഹ്മർഷി പരീക്ഷിത് രാജാവിനെ ബോധ്യപ്പെടുത്തിയതിൻ്റെ ശേഷമാണ് ഭാഗവതത്തിലേക്ക് കടന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇൻ ബിറ്റ്വീനാണ്. അതായത് മൈത്രേയ മഹർഷി ഈ വിതുരനോട് പറഞ്ഞു കൊടുക്കുന്നതായിട്ടുള്ള ഭാഗമാണ് ഈ 3-ാം സ്കന്ധവും 4-ാം സ്കന്ധവും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയാണ് ഭഗവാങ്കൽ എത്തേണ്ടത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ശ്രീകൃഷ്ണൻ്റെ ജന്മം മുതൽ ഈ യാദവ കുല നാശം വരെ 3 അധ്യായങ്ങളെ കൊണ്ട് പറഞ്ഞിട്ടാണ് കൃഷ്ണനിലേക്കാണ് എത്തേണ്ടത്. ആ കൃഷ്ണനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇപ്രകാരത്തിലൊക്കെ കൃഷ്ണൻ ലീല ചെയ്തിട്ടുണ്ട് എന്ന ആമുഖത്തെ ആദ്യം പറഞ്ഞു. അതിനുശേഷം ഈ വിതുരമൈത്രേയ സംവാദം പറഞ്ഞ് 5-ാമത്തെ സ്കന്ധത്തിൽ വംശം എന്ന നിലയ്ക്ക് ഈ ഭഗവാനും സൂര്യനും അതേപോലെ തന്നെ മനുവും മനുവിൻ്റെ പുത്രന്മാരും അതിൽ ആദ്യമേ തന്നെ കുറച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഈ മനുവിൻ്റെ 4 മറ്റുള്ളവരെ കുറിച്ചും പറഞ്ഞു. അതായത് പ്രിയവർദ്ധൻ, ഉത്താനപാദൻ, ആഗോതി, പ്രസൂതി, ദേവഹൂതി. അപ്പോൾ ദേവഹൂതി ആദ്യം പറഞ്ഞു. അത് കഴിഞ്ഞ് പ്രസൂതിയെ അതിൻ്റെ ആഗൂതിയെ ആദ്യം പറഞ്ഞു. പിന്നെ പ്രസൂതിയെ ഒടുക്കമാണ് പറയുന്നത്. അത് 6-ാമത്തെ സ്കന്ധം മുതലേ പറയണല്ലോ. അപ്പോൾ ഇവിടെ ഉത്താനപാദനെയും കൂടി 4-ാമത്തെ സ്കന്ധത്തിൽ പറഞ്ഞു. അതിന് ശേഷമാണ് പ്രിയവ്രതൻ്റെ ചരിത്രം പറയുന്നത്. പ്രിയവ്രതൻ്റെ ചരിത്രം പറയുമ്പോൾ എവിടേക്കാണ് കൊണ്ടെത്തിക്കുന്നത്? ഋഷഭാവതാരത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ കൃഷ്ണനേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ള അവതാരമാണ് ഋഷഭാവതാരം. കൃഷ്ണൻ പരിപൂർണതമനായിട്ട് വന്നു, ഋഷഭൻ പരിപൂർണതമനായിട്ട് ഇവിടെ ജീവിച്ചു. കൃഷ്ണൻ പരിപൂർണതമനായിട്ട് വന്നു, നിസ്സംഗഭാവത്തിൽ ജീവിച്ചു. ഇവിടെ സംഘഭാവത്തിൽ ഋഷഭൻ ജീവിച്ചു. അപ്പോൾ അത് പറയാൻ നിന്നാൽ ഈ ഭാഗവതം ഭാരതമായിട്ട് മാറും. അതുകൊണ്ട് അത് പറഞ്ഞില്ല. അത് 2-3 അധ്യായങ്ങൾ, 5 അധ്യായം എന്ന് കൂട്ടാം. അങ്ങനെ 5 അധ്യായങ്ങളിലായിട്ട് ചുരുക്കിയത്. എന്താ കാരണം? അത് വിസ്തരിച്ച് കഴിഞ്ഞാൽ മറ്റൊരു ഭാരതമായി കഴിഞ്ഞാൽ ശ്രീ ശുകബ്രഹ്മർഷി കൊണ്ട് പറയിക്കാൻ പറ്റില്ല. അതാണ്. അല്ലാച്ചാൽ ഇന്ദ്രൻ്റെ പരീക്ഷയും ഇന്ദ്രൻ്റെ കീഴടങ്ങലും അത് കഴിഞ്ഞ് 100 പുത്രന്മാരുണ്ടാവലും 100 പുത്രന്മാരുടെ വിവിധങ്ങളായിട്ടുള്ള ഭാവങ്ങളും അതിൽ ഏറ്റവും പ്രധാനം താൻ തന്നെയായിട്ടുള്ള ഭരതനും അതേപോലെ 2 വ്യത്യസ്തമായിട്ടുള്ള പ്രത്യേക ഭാവം, ഒന്ന് ക്ഷാത്ര തേജസ്സോട് കൂടിയിട്ട് 9 പേര് രാജാക്കന്മാരായതും അതേപോലെ ഈ നവയോഗികളായിട്ട് 9 പേര് എല്ലാ സമയത്തും സനകാദികളെ പോലെ ഭക്തിയോട് കൂടിയിട്ട് നടന്നതായിട്ടുള്ള കഥകളും ബാക്കിയുള്ള 81 പേർ ഒരേപോലെ ബ്രാഹ്മണ വൃത്തിയോട് കൂടിയിട്ട് ജീവിച്ച് ക്ഷത്രിയരായിട്ട് ജനിച്ച് ബ്രാഹ്മണരായിട്ട് മാറിയതും വിസ്തരിക്കാൻ പോയാൽ എത്രയോ വെച്ചാൽ ശരിയാ. അത് കഴിഞ്ഞ് ഭഗവാൻ ആ ബ്രഹ്മചര്യം തൊട്ട് എൻ്റെ ബാലലീല, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, അതേപോലെ വാനപ്രസ്ഥം, സന്യാസം, അത് കഴിഞ്ഞ് അവധൂത വേഷം, ഇങ്ങനെ വളരെ ബൃഹത്തായിട്ടാണ് പഞ്ചമസ്കന്ധം പറഞ്ഞത്. അതും ഒരു 5-8 അധ്യായങ്ങളെ കൊണ്ട്, അതായത് രഘുഗുണനെ ഒക്കെ ഇരുവിടും. അതായത് 16-ാമത്തെ അധ്യായം വരെ
ഈ 3-ാമത്തെ അധ്യായം മുതൽ സ്വതേ വരുന്നുണ്ട്. അപ്പോൾ അത്രയും അതൊരു ഭാഗവതമായിട്ട് പറയാം. അത് ഭാഗവതമല്ല, ഭാരതമായിട്ട് മാറും അത് വിസ്തരിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ടാച്ച അത് ചുരുക്കി എന്നിട്ട് കൃഷ്ണൻ്റെ ലീലകളെ പറഞ്ഞു. അപ്പോൾ ആ കൃഷ്ണൻ്റെ ലീലകളിലേക്കാണ് എത്തേണ്ടത് എന്ന് നമുക്ക് ഉറപ്പിക്കാം. അത് നമ്മൾ അങ്ങനെ ഉറപ്പിക്കാം. അതിനുണ്ട് ഒരുപാട്. എന്തുകൊണ്ട് കൃഷ്ണനിലേക്ക് നാം എത്തിക്കണമെന്ന് ഈ ശ്രീ ശിവബ്രഹ്മർഷിയോ വ്യാസനോ ഇങ്ങനെ പറയപ്പെട്ടു. പരീക്ഷത്തിനെ അവിടേക്ക് എത്തിച്ചു. കാരണമുണ്ട്. എന്താ കാരണം? ഗർഗഭാഗവത പ്രകാരം കൃഷ്ണനാമം ചെയ്യുന്ന സമയത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കകാര കമലാകാന്ത. കമലാകാന്ത എന്നുള്ളത് സാധാരണ നമ്മൾ ലക്ഷ്മിയുടെ അല്ലെങ്കിൽ മറ്റേ രമയുടെ ഭർത്താവായിട്ട് കണക്കാക്കണം. ഇവിടെ കമല എന്നുള്ളത് താമരയാണ്. ഈ താമര എന്നുള്ളത് സ്ഥാനം എന്നതാണ്. നമ്മളിപ്പോൾ എവിടെ വസിക്കുന്നത്? ഭൂമിയിലാണ്. ഊർധ്വലോകങ്ങളിൽ ദേവലോകം എന്താ വെച്ചാൽ സ്വർഗ്ഗം അവിടെ കണ്ട്. അങ്ങോട്ട് അവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ മുനിലോകമുണ്ട്, ഋഷിലോകമുണ്ട്, പലതുമുണ്ട്. അതൊക്കെ സ്ഥാനമാണ്. അതുപോലെ താഴത്ത് പോയി കഴിഞ്ഞാൽ അധോലോകങ്ങളിൽ അസുരന്മാരോ രാക്ഷസന്മാരോ പാമ്പോ എന്തൊക്കെ വെച്ചാൽ ഒക്കെ ഉണ്ട്. സ്ഥാനമാണ്. അപ്പോൾ ഈ അതാത് സ്ഥാനത്തിരിക്കുമ്പോൾ എന്നതാണ് കമലാകാന്ത. അതിൻ്റെ ഒക്കെ ഭർത്താവാരാ? ഭഗവാനാണ് അല്ലേ? നമ്മളെല്ലാവരും ഈ ഭഗവാനെ എങ്ങനെയാണ് കാണാറ്? കാന്തനായിട്ടാണ് കാണാറ് അല്ലേ? കാരണം നമുക്ക് അങ്ങോട്ടല്ലേ ആകർഷണം മുഴുവൻ കിട്ടുക. നമ്മെ അങ്ങോട്ടാണ് ഭഗവാൻ കർഷണം ചെയ്യുന്നത്. അങ്ങനെയുള്ള ഭാവത്തിലാണ് നമ്മൾ സാധാരണ എടുക്കുക. അത് ഭക്തന്മാരായ എന്തായാലും വേഗം മനസ്സിലാവും. ആദ്യത്തെ കമലാകാന്ത. പിന്നെയോ ഋകാരോ രമയതീതി. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും, സത്ത് ചെയ്താലും അസത്ത് ചെയ്താലും നമുക്ക് സന്തോഷം ഉണ്ടാവണമെന്നാണ്. സന്തോഷമില്ലാത്ത ഒരു പ്രവൃത്തിയും ചെയ്യാൻ പാടില്ല. അസുരന്മാരൊക്കെ പറയുക, ഞാൻ ഇത് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് സന്തോഷമുണ്ടാകുന്നത്. നാസ്തികന്മാരായിട്ടുള്ള ഋഷിമാർ പറയുക, ഞങ്ങളെ കൊണ്ട് ഇത് ചെയ്യിച്ചത് കൊണ്ടല്ലേ, ചെയ്യിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞങ്ങൾക്ക് ഈ ബുദ്ധി തന്നത് എന്ന് ഭഗവാനോട് സമർത്ഥിക്കണം. കപാലിയെ പോലെയുള്ള മഹാഋഷികൾ അങ്ങനെ പറയാറ്. നാസ്തികന്മാരാണ്. അതേപോലെ ഭക്തന്മാരായിട്ടുള്ള നമ്മൾ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് തെറ്റിദ്ധരിക്കുന്നവരാണ്. നമ്മളൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ ഇന്ദ്രൻ അടക്കം ദേവന്മാരടക്കം ഞങ്ങൾ എന്താ പറയാറ്, ഈ പാലകവൃത്തി ഭഗവാനാൽ ഏൽപ്പിച്ചത് കൊണ്ട് ഞങ്ങൾ ചെയ്യുന്നതൊക്കെ ശരി എന്ന് വിശ്വസിക്കുന്നവരാണ്. എത്രയോ തെറ്റുകൾ ദേവന്മാർ ചെയ്യണു അല്ലേ? അപ്പോൾ അതാണ് ഈ ഒരു ഭാവത്തിൽ വേണം നമുക്ക് എത്താനായിട്ട്. അതാണ് സ്ഥാനം. രണ്ടാമത്തെ കകാര കമലാകാന്ത ഋകാര രമയതീതി. ഇനിയോ ഷകാരോ ഷഡ്ഗുണവതി ഭഗവാൻ. ഭഗവാൻ എന്നുള്ളത് നമ്മൾ പറഞ്ഞു 14 കൂടിയതാണ് ഭഗവാൻ. അത് മുഴുവനുള്ളത് ഒരു ഭാവത്തിലേ ഭഗവാൻ പറ്റുള്ളൂ. ഇനി അകാരോ അഗ്നിഭുക്ക് ഇതി. നമ്മൾ ഈ പ്രവൃത്തിയൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ താപത്രയോന്മൂലനം. നമ്മൾ വായിച്ചില്ലേ താപത്രയോന്മൂലനം? 3 താപങ്ങൾ: ആധ്യാത്മികോ ആധിഭൗതികോ ആധിദൈവികോ, അതല്ലെങ്കിൽ ശോക ദുഃഖ ഭയങ്ങളോ. പൂർവ്വജന്മകൃതമായിട്ടുള്ള സഞ്ചിത പാപാദികൾ, അതേപോലെ തന്നെ ഇപ്പോൾ അനുഭവിക്കുന്നതായുള്ള പ്രാരബ്ധാദികൾ, ഇനി അടുത്ത നിമിഷത്തിൽ എന്താണോ സംഭവിക്കാമെന്നറിയാത്ത ഭയാദികൾ. മൃത്യു എങ്ങനെയാണ് സംഭവിക്കുക അറിയില്ല, എത്ര ശരീരം സ്വീകരിക്കേണ്ടി വരും എന്നുള്ളത് നമുക്കറിയില്ല. അങ്ങനെ സ്വീകരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഭഗവാനെ ഉപാസിക്കുക. ഇത് താപത്രയോന്മൂലനം. അപ്പോൾ രണ്ടാമത്തെ ഭാവം കഴിഞ്ഞു. ഇനി അകാരോ അഗ്നിഭുക്ക്. ണകാരോ ഭഗവാൻ സ്വയം എന്നാണ്. ഭഗവാൻ തന്നെയാണ് ണകാരം. അപ്പോൾ നമ്മൾ നേരത്തെയും വായിച്ചു ഇല്ലേ? ഭഗവാനിലേക്ക് ചേരാന്നുള്ള എനിക്ക് ഭഗവാൻ. അപ്പോൾ ണകാരോ ഭഗവാൻ സ്വയം. ഇനി വിസർഗോ നരനാരായണ. നമ്മൾ ജീവാത്മാവും പരമാത്മാവും കൂടിയിട്ട് ജീവനും ഹംസം എന്നുള്ള നിലയ്ക്ക് സാക്ഷിയായിട്ട് അന്തര്യാമിയായിട്ട് ഭഗവാൻ ഒപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മിൽ തന്നെ ഉണ്ട് നരനുണ്ട് നാരായണനുണ്ട്. അപ്പോൾ ഈ ഭാവത്തിൽ നമ്മൾ എപ്പോഴാണോ സ്വീകരിക്കുന്നത് അപ്പോൾ ഈ ശരീരം കൊണ്ട് തന്നെ നമുക്ക് മുക്തി കിട്ടും എന്ന് അതിൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞു. ഇങ്ങനെ അനവധി പുരാണങ്ങൾ പലതരത്തിൽ ഭഗവാങ്കലിലെത്താൻ വേണ്ടിയിട്ട് ഈ കൃഷ്ണനിലേക്കോ അതല്ലെങ്കിൽ ശിവം എന്നുള്ള ഭാവത്തിലേക്കോ അതല്ലെങ്കിൽ ശിവ എന്ന രീതിയിലേക്ക്, രത്നം എന്നുള്ള രീതിക്കാണ്. മണിദ്വീപ് എന്നുള്ള രത്നമാണ്, മണി എന്നുള്ള രത്നമാണല്ലോ. അവിടേക്ക് അതെങ്ങനെ സുധാകുംഭമാണ്, സുധയാണ്. 4 പേരും അവിടെ മറ്റേ തേനാണ്, ഇവിടെ പാലാഴിയാണ് അല്ലേ, പാലാണ്. രണ്ടിനും 2 ഭാവമാണ്. അപ്പോൾ ഇവിടെ ഈ പ്രകൃതിയിൽ മുഴുവൻ മധുരമാണ് ഉള്ളത്. എല്ലാവരും നാസ്തികരായാലും ശരി അധർമ്മികളായാലും ശരി അവരും മധുരം തന്നെയാണ് നുണയണത്. നമ്മളും ഈ മറ്റേ മധുരം തന്നെയാണ് നുണയണത്. അപ്പോൾ നമുക്കറിയാം സുരൻ അസുരൻ അല്ലേ? സുരന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ദേവന്മാർ. എന്താ കാരണം? സുര പാനം ചെയ്യുന്നവർ സുരൻ. സുഷു രമന്തേ ഇതി അല്ലേ? നല്ലതിൽ രമിക്കുന്നവർ അവരാണ് സുരന്മാർ. അപ്പോൾ സുര എന്ന് വെച്ചാൽ മദ്യല്ലേ, സുരമദ്യല്ലേ? അപ്പോൾ അത് സ്വീകരിച്ചത് അസുരന്മാരാണ്, അത് സ്വീകരിച്ചത് സുരന്മാരാണ്. അസുരന്മാർ സുര സ്വീകരിച്ചില്ല എന്നാണ്. അസുരന്മാർ എന്ത് സ്വീകരിച്ചു?
മദ്യമാണ് സ്വീകരിച്ചത്. ഇനി അതിൻ്റെ വ്യാഖ്യാനം എങ്ങനെയാണെങ്കിൽ സുര എന്നുള്ളത് ഫ്രഷ് അപ്പളേക്ക് അപ്പളേ ഉണ്ടാക്കിയത്. അസുരയാണെങ്കിലോ മറ്റേ ഈ എന്താണ് പറയുക മദ്യമാണെങ്കിലോ അത് അടുത്ത് അസുരം എന്നുള്ളത് മദ്യം എന്നുള്ള രീതിയിലാണ് വരിക, അതിൻ്റെ അർത്ഥം വരിക. അപ്പോൾ ആ വാക്ക് സുര എന്ന് തന്നെ പറഞ്ഞിട്ടുള്ളെങ്കിലും അവിടുത്തെ സുരം എന്നുള്ളത് ഈ ആസുരഭാവത്തിലേക്ക് എത്തുന്നത് മദ്യമായിട്ട് പഴകിയത് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഒരേ സാധനം ഇന്നുണ്ടാക്കിയത് നാളെ കഴിച്ചാൽ മതിയായി, പുളിച്ചാൽ എന്നർത്ഥം. കുമ്പളങ്ങ ഇന്ന് വെട്ടിയാൽ ഇന്ന് കൂട്ടാൻ വെച്ചാൽ ഉത്തമം, നാളെ ആയാൽ അത് മറ്റേ ഒന്നും എന്തായാലും പറയുക പുളിപ്പോ എന്താ വെച്ചാൽ ഒക്കെ വരും. അപ്പോൾ പുളിച്ച് കഴിച്ചാൽ അത് മദ്യമായി, അത്രയാണ്. അതിൻ്റെ അടുത്തത് വിഷമായി. അപ്പോൾ അമൃത്, മദ്യം, വിഷം 3 ഭാവം എല്ലാറ്റിനും ഉണ്ട്, ഒന്നിനും ഇല്ലാത്തില്ല. എല്ലാറ്റിനും ഈ അമൃതും പിന്നെ മദ്യവും അത് കഴിഞ്ഞാൽ അടുത്തത് വിഷം, ഇങ്ങനെ 3 ഭാവമുണ്ട്. അപ്പോൾ നമ്മളൊക്കെ സ്വതവേ പലപ്പോഴും വിഷം കഴിക്കുന്നവരാണ്. ഇന്ന് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചാൽ ഒരാഴ്ച കഴിഞ്ഞിട്ടല്ലേ. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഈ സ്വീകരിക്കേണ്ടത് കൃഷ്ണനെയാണ് എന്ന് പറഞ്ഞപ്പോൾ അനവധി പുരാണങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ എഴുതിയ പുരാണങ്ങളൊക്കെ വൃഥാവിലാവില്ലേ? അപ്പോൾ ഇല്ല, 18 പുരാണേഷു ഭഗവാൻ എന്താ ചെയ്തത്? എല്ലാവർക്കും ഈ നന്മയെ മാത്രം കിട്ടാൻ വേണ്ടിയിട്ട് ഭഗവാൻ പറഞ്ഞു, വ്യാസൻ പറഞ്ഞു. പക്ഷേ അതിലത്തെ നന്മ വേണ്ട രീതിയിൽ സ്വീകരിക്കാൻ സാധിച്ചില്ല. പക്ഷേ ഭാഗവതം പറഞ്ഞോട് കൂടിയിട്ട് ഭാഗവതത്തിനെ നമ്മൾ എങ്ങനെയാണോ സ്വീകരിക്കുന്നത് അതേപോലെ മറ്റ് പുരാണങ്ങളെയും സ്വീകരിക്കാൻ തുടങ്ങി. അതായത് ശിവപുരാണമായാലും സ്കന്ദപുരാണമായാലും ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ വായിക്കുന്നുണ്ട്, ദേവി ഭാഗവതമായാലും വായിക്കുന്നുണ്ട്. എന്താ കാരണം? ഈ ഭാഗവതം പോലെ തന്നെയല്ലേ മറ്റതും എന്ന് തോന്നുക. ഇനി ഞങ്ങളിപ്പോൾ ഇന്നലെ മറ്റേ ഒരു ചർച്ച ചെയ്ത് മറ്റൊരു മാഷായിട്ട് ഒരു ഗുരുവായിട്ട് എന്താ ചർച്ച ചെയ്തത്? എന്തുകൊണ്ട് ഈ പുരാണങ്ങളെ 3 ആക്കിയിട്ട് തിരിച്ചു? സാത്വിക ഭാവത്തിലുള്ള പുരാണം, രാജസ ഭാവത്തിലുള്ള പുരാണം, താമസ ഭാവത്തിലുള്ള പുരാണം. അപ്പോൾ ഇതിൽ ശിവപുരാണം തമോ ഗുണപര. അപ്പോൾ നമുക്ക് പുരാണങ്ങൾ ഇങ്ങനെ തമോ ഗുണമാക്കുക കൂട്ടിയാൽ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അവിടെ ഞാൻ ഒരു കണ്ടുപിടിച്ചതെന്ന് പറയട്ടെ. ശിവപുരാണം ഇപ്പോൾ ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് പറയുകയാണ്. ഞാൻ കണ്ടുപിടിച്ചത് ശ്രീകൃഷ്ണൻ ഒരിക്കലും ഈ അസുരനായിട്ട് ജന്മമില്ല. ശ്രീകൃഷ്ണൻ്റെ മകൻ അസുരനല്ല. മഹാദേവൻ്റെ മക്കൾ പലരും അസുരന്മാരാണ്. അന്ധകനായാലും ജലന്ധരനായാലും ആദിയായാലും ഒക്കെ അസുരഭാവത്തിലാണ്. ആ ശിവൻ ഈ മകനെ ന്യായീകരിക്കുന്നുണ്ട്. മറ്റേ പാർവതി ഒരിക്കൽ ചോദിച്ചു, ഈ അസുരന്മാരെയൊക്കെ കൊന്നൊടുക്കിക്കൂടെ മകനാണെച്ചാലും? അപ്പോൾ പറഞ്ഞത് അവർക്ക് എന്താ വ്യത്യാസം? അവരവരെ ഡ്യൂട്ടി ചെയ്യണോ ചെയ്തില്ല വെച്ചാൽ ഇങ്ങനെ നേരെയാകാമെന്ന് ശിവൻ ചോദിച്ചു. അപ്പോൾ ആസുരഭാവത്തിലുള്ള ആ ഒരു ശിവൻ്റെ ഭാവം കൊണ്ടാണോ? വേണമെങ്കിൽ സംശയിക്കാം, അത്രയേ ഉള്ളൂ. പക്ഷേ പാലാഴി മഥനം പറഞ്ഞ സമയത്ത് മഹാവിഷ്ണു തന്നെ ഭഗവാനോട് പറഞ്ഞത് എല്ലാ പുരാണത്തിലും അങ്ങനെ തന്നെയാണ്. ശിവപുരാണത്തിൽ ഒഴിച്ച് ബാക്കി എല്ലാ പുരാണത്തിലും അങ്ങനെ തന്നെയാണ്. ശിവനോട് ഇത് സ്വീകരിക്കാൻ ശിവന് മാത്രമേ പറ്റൂ, അതുകൊണ്ട് ശിവ സ്വീകരിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ശിവപുരാണത്തിൽ എങ്ങനെയാ വെച്ചാൽ അത് ഞാൻ സ്വയമേവ സ്വീകരിച്ചോളാം എന്ന് മാത്രമേ ഉള്ളൂ. മറ്റേ ആവശ്യം സ്തുതിയായിട്ട് പറഞ്ഞു ശിവപുരാണത്തിൽ. ബാക്കിയുള്ള എല്ലാ പുരാണങ്ങളിലും ഇത് ശിവന് മാത്രമേ പറ്റുള്ളൂ, അതുകൊണ്ട് ശിവ സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ തമോ ഗുണം ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? അതിനെ നിർവീര്യമാക്കാൻ പറ്റില്ല. നമുക്കറിയാമല്ലോ, ഇപ്പോൾ വിഷങ്ങൾ മുഴുവൻ എങ്ങനെയാണ്? വിഷത്തിനെ നിർവീര്യമാക്കാൻ വിഷത്തിൽ നിന്ന് വിഷം തന്നെ എടുത്ത്, ഇപ്പോൾ പാമ്പിൻ്റെ ആണെച്ചാലും ആ പാമ്പിൻ്റെ വിഷം തന്നെ വേണേ, നായാച്ചാൽ നായയുടെ അതേ വിഷം തന്നെയാണ്. അങ്ങനെയല്ലേ നമ്മൾ മരുന്നായിട്ട് കണ്ടുപിടിക്കുക. അപ്പോൾ 18 പുരാണങ്ങൾ രചിച്ചു. 18 പുരാണങ്ങളിൽ ഏറ്റവും മികച്ചത് കൃഷ്ണനായി പോയി, അല്ലെങ്കിൽ ഭാഗവതമായി പോയി. വിഷ്ണു പുരാണത്തിന് പോലും കിട്ടാത്തത് ഈ ഭാഗവതത്തിന് വന്നു. ആ ഭാഗവതത്തെ ആശ്രയിച്ച ശേഷം മറ്റുള്ള എല്ലാവരും ഒരേപോലെ തന്നെ പുരാണങ്ങളെ ഇതേപോലെ സാത്വിക ഭാവത്തിൽ എടുക്കാൻ തുടങ്ങി. അപ്പം നമുക്കും അവിടെ രജോ ഗുണമില്ല തമോ ഗുണമില്ല. നമ്മൾ എടുക്കുമ്പോൾ ഈ ഭഗവത്വത്തെയാണ് എടുക്കുക. ശിവൻ്റെ ഭഗവത്വത്തെ എടുത്തു, അതേപോലെ ദേവിയുടെ ഭഗവത്വത്തെ എടുത്തു. അപ്പോൾ ഇങ്ങനെ ശ്രീ ശിവബ്രഹ്മർഷിയും പരീക്ഷത്തിനെ, അതിന് ആരാ പരീക്ഷിത്ത് എന്നാണ്, സർവ്വതും പരീക്ഷിക്കുക എന്നതാണ് പരീക്ഷിത്ത് ചെയ്തത്. നമ്മളൊക്കെ പരീക്ഷിക്കുന്നവരാ. എന്താ പരീക്ഷിച്ചത്? എല്ലാവരിലും ഈശ്വരനെ കാണാനുണ്ടോ എന്നാണ് പരീക്ഷിച്ചത്. അവിടെ പരീക്ഷിത്ത് ഗർഭത്തിലിരുന്ന് കണ്ടു. നമുക്ക് ഗർഭത്തിലിരുന്ന് കാണാൻ സാധിച്ചില്ല, അത്രയേ ഉള്ളൂ. കണ്ടിട്ട് നമുക്ക് അറിയില്ല. ഏതായാലും ഒന്നും അറിയില്ലല്ലോ. അതെ, കാരണം തല തിരിഞ്ഞല്ലേ വന്നേ. ഗർഭഗതിയിൽ അതല്ലേ പറഞ്ഞ ജീവഗതിയിൽ. അപ്പോൾ
എല്ലാവരും നമ്മൾ എല്ലാറ്റിലും ഭഗവത്വത്തെ കാണാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ്. ചിലവർക്ക് ആ ഒരു ബുദ്ധി ഇപ്പോൾ കിട്ടും, ചിലവർക്ക് കുറച്ച് കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. എപ്പോഴാണ് കിട്ടുന്നത് വെച്ചാൽ അപ്പോൾ. അതല്ലെങ്കിൽ ചിലപ്പോൾ ഈ ജന്മത്തിൽ കുറേ അനവധി കാലം നിരീശ്വരവാദിയായിട്ടോ നാസ്തികനായിട്ടോ ജീവിച്ച് രജോ ഗുണം തമോ ഗുണം കൊണ്ട് വളരെ ദോഷമായിട്ട് ജീവിച്ച് ഒടുക്കം മരിക്കാൻ നേരത്തെ ഒരു പക്ഷേ പരിപൂർണ്ണ സാത്വികനായിട്ട് ഒറ്റ നിമിഷം വേണ്ട ഒരു തവണ താതാത്മ്യം വന്നു കഴിഞ്ഞാൽ ആ ജന്മം കൊണ്ട് മുക്തി കിട്ടും. അങ്ങനെയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇല്ലാണ്ടാവും അജാമിളനെ പോലെ പല കാരണങ്ങളാണ്. അപ്പോൾ ഏതായാലും പറഞ്ഞു വന്നതിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ. ഈ കൃഷ്ണനെ ആരാണോ ഇപ്രകാരത്തിൽ നമുക്ക് ആശ്രയിക്കാൻ സാധിക്കുന്നത്, അപ്പോൾ ഈ ആറർത്ഥം വന്നുല്ലോ, അങ്ങനെയുള്ള ഭാവത്തെ സ്വീകരിക്കാൻ സാധിക്കുന്നത് ആ ആൾക്ക് പ്രകൃതിയിൽ നിന്നും മുക്തി നേടാൻ സാധിക്കും. കാരണം സർവം ഖലു ഇദം ബ്രഹ്മ, അവിടേക്ക് നമ്മളെ എത്തിക്കും അല്ലേ. ഒടുക്കം എന്താണ്? ബ്രഹ്മാഹം അസ്മി എന്ന് ഭഗവാൻ ശ്രീ ശിവബ്രഹ്മർഷി പരീക്ഷിതിനെ കൊണ്ട് പറയിച്ചു. ശരിയായില്ലേ, തോന്നിയില്ലേ ചോദിച്ചു, ആയി എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി പാമ്പ് കടിക്കുക എന്താ വെച്ചാൽ ആയിക്കോട്ടെ അല്ലേ എന്ന രീതിയിലേക്ക് എത്തിയല്ലോ. 4 പുരാണങ്ങൾ 4 തരത്തിൽ പറയണമെന്ന് വെച്ചാൽ 100ഓളം മറ്റേ ഈ സൂത്രവാക്യങ്ങളുണ്ട്. അഹം ബ്രഹ്മാസ്മി തത്വമസി എന്നൊക്കെ പറഞ്ഞില്ലേ, 100ഓളം സൂത്രവാക്യങ്ങൾ ഈ ശിവപുരാണത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ 4 എടുക്കാറുള്ളൂ. പ്രജ്ഞാനം ബ്രഹ്മ, അതേപോലെ അയമാത്മാ ബ്രഹ്മ, തത്വമസി, അഹം ബ്രഹ്മാസ്മി 4 നമ്മൾ എടുക്കാറുള്ളൂ. അത് 4 വേദത്തിൻ്റെ ആയിട്ട് നമ്മൾ പറയാറുണ്ട്. പക്ഷേ അതല്ല, 100ഓളം സൂത്രവാക്യങ്ങൾ ഇതേപോലെ വേദത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് പുരാണങ്ങളിലും പരാമർശമുണ്ട്. ദേവീഭാഗവത പ്രകാരം സർവം ഖല്യുതമേവാഹം നാന്യദാസ്തി സനാതനം ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടേക്ക് എത്തിക്കലാണ് ഒരു പുരാണത്തിൻ്റെ കടമ. പുരാണത്തെ ആശ്രയിക്കുന്നതായിട്ടുള്ള ഗുരു പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുള്ള ആ ഗുരുവിൻ്റെ കടമ. വായിക്കുന്നതോ അർത്ഥം മനസ്സിലാക്കുന്നതായിട്ടുള്ള ശിഷ്യരായിട്ടുള്ള നമ്മുടേതായിട്ടുള്ള കടമ. അപ്പോൾ നമുക്ക് ബ്രഹ്മത്തിലേക്ക് എത്തിക്കാൻ ഈ പുരാണത്തെ ആശ്രയിച്ചാൽ മതി. ഈ പുരാണത്തെ എന്നല്ല, ഏത് പുരാണത്തെ എടുത്താലും അതിലുള്ള ഭഗവത്വത്തെ ആശ്രയിച്ചാൽ മതി. നമ്മളും ഭഗവാനായിക്കൊണ്ട് സ്വീകരിക്കുക. അപ്പോൾ ഭഗവാനായിട്ട് ജീവിച്ചു കഴിഞ്ഞാത്ത ഗുണം എന്താ? നമ്മളൊരിക്കലും തെറ്റ് ചെയ്യില്ല. അപ്പോൾ തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ നമ്മെ പ്രേരിപ്പിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമുഖം എന്ന നിലയ്ക്ക് ഇത്രയും പറഞ്ഞു. ഇനി നമുക്ക് കഥ പറയണമെച്ചാൽ ഈ വായന കഴിഞ്ഞതിന് ശേഷം കഥ സ്മരിക്കാം. ഏതെങ്കിലും ഒരു കഥ സ്മരിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ